പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്കൊരു ദൈവവചനം വായിക്കാം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഇതാ, നിന്നെ വഴിയിൽ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ചവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ ക്ഷമിക്കയില്ല. എൻ്റെ നാമം അവനിലുണ്ട്. നീ അവൻ്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെ ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാനിയർ, ഹിബ്യർ, യെബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. നമുക്കുള്ളതൊക്കെയും ദൈവത്തിൻ്റെതാണ്. ഇന്ന് പകലിൽ നമുക്ക് ചിന്തിക്കാം. ആത്മീയ പുതുശക്തിയും ജീവനും സന്തോഷവും നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടികളുണ്ട്, ഉഭയസമ്മതങ്ങളുണ്ട്. എന്തെങ്കിലും തോൽവി നമ്മളിൽ സംഭവിച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുതാപത്തോടെ വീണ് കിടന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞ ഉടമ്പടികളെ പുതുക്കണം. ദൈവത്തോട് നാം ചെയ്തിട്ടുള്ള ഉടമ്പടികൾ നമ്മുടെ കൺമുമ്പിൽ എപ്പോഴും ഇരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ മുമ്പിൽ നിന്നും ഒഴുകി വരുന്നതായ ആ ദൈവശക്തിയുടെ ആ ദൈവശക്തികളോട് നമ്മുടെ ഹൃദയം ഏകീഭവിക്കുന്നതിന് ഇത് നമ്മളെ സഹായിക്കും. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഉടമ്പടികളെ പുതുക്കുമ്പോൾ. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ ഉടമ്പടികളെ ഒന്ന് പുതുക്കാം. ദൈവത്തിന് വേണ്ടി വീര്യം പ്രവർത്തിച്ചിട്ടുള്ളവരെല്ലാം ദൈവത്തോട് ഉടമ്പടി ചെയ്ത് അവന് വിധേയരായി തീർന്നിട്ടുള്ളവരാ ഇന്ന് ഏറ്റവും കൂടുതൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നവര്. അവരെ ഉപയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായതിന്റെ പിമ്പിലെ കാരണം എന്താന്ന് പറഞ്ഞാൽ, അവരെന്ത് ചെയ്തിട്ടുണ്ട്? ആ ദൈവത്തോട് ഉടമ്പടി ചെയ്ത് അവർ ദൈവസന്നിധിയിൽ വിധേയരായി തീർന്നിട്ടുണ്ട്. പാപത്തോട് ഒത്തിണങ്ങി എന്ത് ചെയ്യത്തില്ല, ചേരുകയില്ല എന്ന് അവർ ഉടമ്പടി ചെയ്യുക. പിന്നെ മുൻകാലങ്ങളിൽ പാപങ്ങളെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ ഇന്ന് പുതിയ രൂപത്തിലും പേരിലും കാണുന്നത്, അത് പാപത്തെ പാപമെന്ന് പറയുകയും അറിയപ്പെടുന്ന സകല പാപങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുക. അപ്പം ഓരോ പാപത്തെയും അതാതിന്റെ പേര് പറഞ്ഞ് ഏറ്റുപറയണം. ഒന്നുകൂടെ പറഞ്ഞാൽ, പാപത്തോട് എന്ത് ചെയ്യത്തില്ല, ഞാൻ ഒത്തുണങ്ങി ചേരത്തില്ലെന്ന് തീരുമാനം എടുക്കുക. മുൻകാലങ്ങളിൽ പാപങ്ങളെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇന്ന് പുതിയ രൂപത്തിലും പേരിലും വരുന്നുണ്ട്. ആ പാപത്തെ പാപമെന്ന് തന്നെ പറഞ്ഞ് ഉപേക്ഷിക്കുക. സകല പാപത്തെ ഉപേക്ഷിക്കുകയും ഓരോ പാപത്തെയും അതിന്റെ പേര് പറഞ്ഞ് ഏറ്റുപറയണം. ഇതാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ചെയ്യുന്ന ഉടമ്പടി. ഉദാഹരണം പറഞ്ഞാൽ, അസൂയ നമുക്കുണ്ടെങ്കിൽ അത് സമ്മതിക്കണം. അടുത്തത്, കോപ സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് സമ്മതിക്കണം. ചുരുക്കി പറഞ്ഞാൽ, കോപ സ്വഭാവത്തെ ഒരു ബലഹീനത എന്ന് പറഞ്ഞ് നമ്മളൊരു ലഘുവായി കാണരുത്. കാരണം എന്താ? കോപത്തിന്റെ മേൽ ജയം ലഭിക്കാതിരുന്നാൽ അത് നമ്മുടെ ആത്മീയ ശക്തിയെ നശിപ്പിച്ചു കളയും. എൻ്റെ പ്രിയരെ, കോപിക്കുന്നവരാണോ നമ്മൾ? ആ ദൈവത്തിന്റെ ശക്തിയെ നമ്മുടെ ഉള്ളത്തിൽ ഏറ്റെടുക്കേണ്ടതിനായി നമുക്കിന്ന് പകലിൽ തീരുമാനമെടുക്കാം. കർത്താവേ, കോപ സ്വഭാവം എൻ്റെ മേൽ വല്ലാതെ വർദ്ധിച്ചു വരുമ്പോൾ ആ ദൈവശക്തിയെ ക്ഷയിപ്പിച്ചു കളയുന്ന എന്നിലുള്ള കോപ സ്വഭാവത്തെ ഞാൻ ഇന്ന് പകൽ മാറ്റുന്നു എന്ന് പറഞ്ഞ് ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാൻ നമുക്ക് തയ്യാറാകുമോ?
രണ്ടാമത്തെ കാര്യം പറയാം, വസ്തുവകളോടുള്ള ബന്ധത്തിൽ ഞാൻ പറയാം. ആ വസ്തുവകളോടുള്ള ബന്ധത്തിൽ നമുക്ക് ജയം നേടണം. ഇതിനർത്ഥം വസ്തുവകൾ ഉണ്ടായിരിക്കരുതെന്നല്ല, നമുക്കുള്ളതെല്ലാം വിറ്റ് ദാനം ചെയ്യണമെന്നുമല്ല അർത്ഥം. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെതാണെന്ന് കരുതി ജീവിക്കണം. ഈ തന്നത് ദൈവം, ഇതെല്ലാം ദൈവമാണ് എനിക്ക് തന്നത്, ഇതെല്ലാം ദൈവത്തിൻ്റെതാണ് എന്ന് കരുതി നമ്മൾ ജീവിക്കുക എന്നതാണ് അതിൻ്റെ സത്യം, അർത്ഥമെന്ന് പറയുന്നത്. നമ്മുടെ ന്യായം സ്ഥാപിക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മുടെ ന്യായം ഒരിക്കലും സ്ഥാപിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. സ്തോത്രം. നമ്മുടെ യുദ്ധം നാം ദൈവത്തെ ഏൽപ്പിച്ചാൽ അവൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും? യുദ്ധം ചെയ്യും. ഇന്ന് പകലിൽ എത്ര പേർക്കത് ദൈവത്തിന്റെ സന്നിധിയിൽ ഉൾക്കൊള്ളാൻ കഴിയും? ആരെക്കുറിച്ചും അവർക്കൊരു ദോഷവും വരുന്ന ഒരു വാക്കുപോലും നമ്മൾ പറയരുത്. മറ്റുള്ളവരെ കുറ്റം പറയുന്നവർ ദൈവത്തെ പ്രസാദിക്കുന്നവരല്ല. കാര്യം പറയുന്ന കാര്യമല്ല പറഞ്ഞത്. മറ്റുള്ളവരെ കുറ്റം പറയുന്ന ആ കുറ്റം പറയുന്നവർ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? പ്രസാദിക്കുന്നവരല്ല. ഒരു ദൈവ പൈതലിന്റെ സൽപ്പേരിന് കേടുവരുത്തുന്ന എന്തെങ്കിലും കേട്ടാൽ ഉടനെ അത് മറന്നു കളയുക. അതിൽ പുകഴ്ച എടുക്കരുത്. ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കുകയില്ല. പലരും തങ്ങളുടെ ക്രിസ്തീയ സേവനത്തെ അവരുടെ താലന്തുകളായിട്ടാണ് പ്രകടമാക്കുന്നത്, ഉപയോഗിക്കുന്നത്. ഇത് മനുഷ്യ സ്വഭാവമാണ്. വിശുദ്ധന്മാരുടെ ഇടയിൽ പ്രശംസാവിഷയമായി തീരണമെന്ന അവരുടെ ആഗ്രഹം. എന്നാൽ ഒരു വിശ്വാസി വിശുദ്ധന്മാരുടെ പ്രശംസ ആഗ്രഹിക്കുന്നത് എത്രയോ പരിതാപകരമാണ്. പ്രിയരെ, നാം മനുഷ്യനിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ കർത്താവിൻ്റെ ദിവ്യ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിപ്പാൻ നമുക്ക് ശ്രമിക്കാം. നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവത്തിനു വേണ്ടി നാം പ്രയോജനപ്പെടുക, ദൈവത്തിനു വേണ്ടി നാം മഹത്വം കൊടുക്കുക. നമ്മുടെ കൂടെ ദൈവം വസിക്കുന്നുണ്ട്. നമ്മൾ നിയമിച്ചാക്കിയ സ്ഥലം, അത് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയ നിത്യതയാണ്. ആ നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്ര, ആ യാത്രയിൽ സ്തോത്രം നമ്മളെ എത്തിക്കാൻ ദൈവത്തിൻ്റെ ദൂതൻ നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയരോട് ഞാൻ പറയട്ടെ, സ്തോത്രം, നമ്മെ നിയമിച്ചാക്കിയ ആ സ്ഥലത്തേക്ക് നമ്മെ എത്തിക്കാൻ നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ ദൂതൻ കൂടെ ഉള്ളത് കൊണ്ട് അവൻ്റെ വാക്ക് കേട്ട് നമ്മൾ ശ്രദ്ധയോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ശക്തിയെ പുതുക്കുക, കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരാകുക, ദേശത്ത് രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ശുശ്രൂഷകരായി ദൈവരാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരായി മാറാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.